കഴിയും. ഇത് അനേകം സഭകൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കപ്പെടണം. അതായത് യേശുക്രിസ്തു പോയ ശേഷം അപ്പോസ്തലന്മാരെ അയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാളിക മുറിയിൽ കൂടിയിരുന്ന് ശക്തി ലഭിച്ച ശേഷമേ ഇറങ്ങി പുറപ്പെടാവൂ എന്ന്. അങ്ങനെ പരിശുദ്ധാത്മാ ശക്തി ലഭിച്ച ശേഷം പുതിയ നിയമത്തിലെ നമ്മുടെ അപ്പന്മാരായ 1 കൊരിന്ത്യർ 4:15-16 പ്രകാരം അപ്പോസ്തലന്മാരാണ് നമ്മുടെ അപ്പന്മാർ. ആ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നൊരു ദൗത്യം ഇപ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുൻപായിട്ട് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്ന കർത്താവ് താൻ ഗംഭീരനാദമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ എന്താണ്? ജീവിച്ചിരിക്കുന്ന മണവാട്ടിയെ തിരയുന്നതാണ്. എല്ലാവരും മണവാട്ടിയെന്ന് അവകാശപ്പെടുന്നു. അത് എല്ലാ കാലത്തും അങ്ങനെ. നോഹയുടെ കാലത്തും മോശയുടെ കാലത്തും രാജാക്കന്മാരുടെ കാലത്തും യേശു വന്ന സമയത്തും അപ്പോസ്തലന്മാരുടെ കാലത്തും ഇപ്പോൾ എല്ലാം ഏകദേശം ഫിനിഷായി വരുന്ന അന്ത്യകാലത്തും എല്ലാവരും വിശ്വാസിയാണ്, മണവാട്ടിയാണെന്നാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞ അനേകം വചനം തെറ്റിപ്പോവും ഇല്ലേ? ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, വഴി ഇടുക്കവും ഞെരുക്കവും, വാതിൽ ഇടുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കം എന്നൊക്കെ പറഞ്ഞ് തെറ്റിപ്പോകും. അപ്പോൾ ഇന്ന് നിങ്ങളിൽ ആരൊക്കെയോ ജീവിച്ചിരിക്കുന്ന മണവാട്ടികളാണ്. ആ മണവാട്ടിയെ യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന ദൗത്യമാണ് കർത്താവ് താൻ ഗംഭീരനാദം. ഇന്ന് ആ ശബ്ദം വെളിപ്പാട് 18:4 നോക്കൂ. വെളിപ്പാടിൽ 4 ജീവികൾ സംസാരിക്കുന്നു, 4 ജീവികളുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്നു. എന്നാൽ വെളിപ്പാട് 18:4 പറയുന്നതോ, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, എല്ലാവരെയുമല്ല, സഭകൾക്കകത്തിരിക്കുന്ന എല്ലാവരെയുമല്ല. യേശു വരുന്നതിന് യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ സഭകളിലിരിക്കുന്ന എല്ലാവരെയും വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാൻ അല്ല യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചത്. വളഞ്ഞത് ചൊവ്വായും താഴ്ന്നത് ഉയർന്നും ഉയർന്നത് താഴ്ന്നും ഒരേ നിരപ്പിൽ. അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് നിരപ്പിക്കുക എന്ന അന്നത്തെ ദൗത്യം യേശുവിൻ്റെ 1ാമത്തെ വരവിൽ നടന്നെങ്കിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിലും ഇന്ന് ലോകത്തിൽ വ്യത്യസ്തമായ നൂറുകണക്കിന്, നോക്കൂ, ഒരു സഭയുടെ വിശ്വാസമല്ല മറ്റൊരു സഭയുടെ, അവരുടെ വിശ്വാസമല്ല വേറൊരു സഭയുടെ, അവരുടെ സ്നാനമല്ല ഇവരുടെ, ഉപദേശം വേറെ, കൈവപ്പ് വേറെ, അപ്പം നുറുക്കൽ, കൂട്ടായ്മ, പാദശുദ്ധി, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കുന്നു. സ്നാനം, ആത്മാവ്, ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നതാ ഇവരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആത്മാവും വ്യത്യസ്തമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി സമ്മതിച്ചു തരുമോ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും കർത്താവ് വന്നാൽ പോകുമെന്ന് വിശ്വസിക്കാത്ത ആരുമില്ല. ആയിക്കോട്ടെ, എല്ലാം ശരി തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ ലോകത്തിൽ എല്ലാവരും ഒന്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് വ്യത്യസ്തമായി ഇതുവരെ നിന്നതിൽ തന്നെ പലരും ഒന്നിക്കുന്നു. എക്യുമെനിക്കൽ കൗൺസിൽ എന്നൊരു കൗൺസിലിൻ്റെ കീഴിൽ എല്ലാത്തിനെയും കൂട്ടിക്കെട്ടും. ഇത് കളകളെ കൂട്ടിക്കെട്ടുന്നതാണ്. പെട്ടെന്നാരും വിശ്വസിക്കില്ല, ചെറിയൊരു കൂട്ടമേ വിശ്വസിക്കുള്ളൂ. ലോകസഭാ സംഘടനകളെല്ലാം ചേർന്ന് കത്തോലിക്ക മുതൽ ഇന്ന് പെന്തക്കോസ്ത് വരെ അവസാനത്തെ സഭ, ന്യൂ ജനറേഷൻ ചർച്ച്, എല്ലാവരും വിഭിന്നമായി നിൽക്കുന്നവരെല്ലാം ഒരു കാര്യത്തിൽ ഒന്നിക്കാൻ പോവുകയാണ്. എന്തിനാ? മറ്റുള്ളവർ നമ്മെ എതിർക്കാതിരിക്കാൻ നാം ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലോക സംഘടനാ സഭ സമിതി രൂപീകരിക്കും. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ച് ഉണ്ട്, WCC ഉണ്ട്, WCOയും ഉണ്ട്. എന്നാൽ ഒന്നുകൂടെ ഉണ്ട്, എക്യുമെനിക്കൽ കൗൺസിൽ. ഈ എക്യുമെനിക്കൽ കൗൺസിൽ എല്ലാവരെയും കൂട്ടിക്കെട്ടും. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ സഭകളെയും ഒരു ലിങ്കിൽ കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാ സഭകൾക്കകത്തും ഇരിക്കുന്ന ദൈവം വിതച്ച വിത്ത്, പിതാവ് അവരെ ഈ സന്ദേശം വഴിയായി ആകർഷിച്ച് പുത്രന്റെ അടുക്കിലേക്ക്, ചെറിയ കളപ്പുരയിലേക്ക് കൂട്ടിച്ചേർക്കും. അതും ഇതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഈ TV മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അനേക സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയും ഒരു സുവിശേഷം വരേണ്ടതിൻ്റെ ആവശ്യം ബൈബിളിൽ ഉണ്ട്. അപ്പോൾ ഇന്ന് യേശു വരുന്നതിന് മുൻപ് വിവിധമായി നിൽക്കുന്നതിൽ നിന്ന് അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന ദൗത്യവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കർത്താവ് താൻ ഗംഭീരനാദം. നോക്കൂ, സഭകൾക്കകത്തേക്ക് വിളിച്ചു വരുമ്പോൾ ഇതൊരു കാഹളനാദം. ഈ കാഹളം ഒരു യുദ്ധത്തെ കൊണ്ടുവരും. ഇന്ന് നിങ്ങളായിരിക്കുന്ന സഭകൾക്കകത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പോയി പറഞ്ഞു നോക്കൂ. അവർ പറയും, പോകരുത്, പോകരുത്, വിശ്വസിക്കരുത്, ഇത് കാണരുത്, കേൾക്കരുത്, പൈശാചികം. എന്നാൽ ഹൃദയത്തിനകത്ത് ഇത് വെളിപ്പെടും. ഇതാണല്ലോ ശരി, ഇതാണല്ലോ ശരി എന്ന് വിശ്വസിക്കുന്ന ചെറിയൊരു കൂട്ടമുണ്ടായിരിക്കും. അവരാണ് ഈ കാലത്തിൻ്റെ മണവാട്ടി. അപ്പോൾ ബാക്കിയുള്ളവർ തള്ളിക്കളഞ്ഞോ? ഇല്ല, നിങ്ങൾക്കും വിശ്വസിക്കാം, ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് വേറൊരു ശബ്ദം ഞാൻ കേട്ടു, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ടു പോരുവേൻ. നോക്കൂ, അവളുടെ പാപങ്ങൾ, അതായത് ഇന്ന് കാണുന്ന സകല അനേകം സഭകളെയാണ് അവൾ എന്ന് പറയുന്നത്. പാപങ്ങളിൽ കൂട്ടാളികളാകാതെ. എന്താണ് പാപം? ദൈവവചനത്തോടുള്ള അവിശ്വാസമാണ് പാപം. വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ് പാപം.
അതിനെ സ്വീകരിക്കാത്തതാണ്, പ്രമാണിച്ചനുസരിക്കാത്തതാണ്. വചനത്തിൽ പ്രമാണിച്ചനുസരിച്ചിരിക്കുന്നതിന് അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് മറ്റൊന്നെടുക്കുന്നതാണ് പാപം. ഇനി അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതിരിപ്പാൻ. എന്താ ബാധ? ഈ പുസ്തകത്തിൽ പറയുന്നു, ഏതെങ്കിലും ഒന്ന് കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ നഗരത്തിൽ ഓഹരി ഉണ്ടാവുകയില്ല. അങ്ങനെ ഈ അനേകം സഭകൾ വ്യത്യസ്തമായി പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പഠിച്ചിരിക്കുന്നതെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്നു, ഓക്കെ. പക്ഷേ വചനവുമായി ടാലിയായി നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളുക. കർത്താവ് സഹായിക്കട്ടെ. ഈ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ഒരേ ഒരു പ്രത്യാശ മാത്രമേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 12:20 കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ജാതികൾ പ്രത്യാശ വയ്ക്കുവാനുള്ളത്. അതായത് കർത്താവായ യേശുക്രിസ്തു എന്ന നാമം ഒഴികെ മറ്റെന്തു പറഞ്ഞാലും ഏത് നാമം കൊണ്ടുവന്നാലും അത് മുഴുവൻ ദൂഷണനാമങ്ങളാണ്. ബൈബിൾ പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 4:12 സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം കർത്താവായ യേശുക്രിസ്തു. അതിന് പകരമായി സർവനാമങ്ങളോ സ്ഥാനനാമങ്ങളോ എന്തു പറഞ്ഞാലും അതൊന്നും നാമം അല്ല, സ്വർഗം അംഗീകരിക്കില്ല. അപ്പോൾ സകല ജാതികളുടെയും ഏക പ്രത്യാശ കർത്താവായ യേശുക്രിസ്തു. അടുത്ത് പറയുന്നതോ ശരീരം ഒന്ന്. ശരീരം മീൻസ് സഭ, ദൈവസഭ ഒന്നായിരിക്കണം. ഭൂമിയിൽ എവിടെയൊക്കെ സഭകളുണ്ടെങ്കിലും എല്ലാ സഭയും ഒരു ആത്മാവിനാൽ നയിച്ചിരിക്കണം, ഒരു ആത്മാവിൻ്റെ ക്രോഡീകരണത്തിലായിരിക്കണം. ആ സഭയിലെ വിശ്വാസമെല്ലാം ഒന്നായിരിക്കണം. അതാണ് സഭ ഒന്ന്. അത് മത്തായി സുവിശേഷം 16:18 യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ലോകം അനേകം പേർ പലതും പറയുന്നു. ലോകം എന്തു പറയുന്നു എന്ന് എനിക്കറിയണ്ട. വിശ്വാസി എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുന്നവർ പറയുന്നത് എന്തെന്ന് അറിയണ്ട. മക്കളെന്നും ഭക്തന്മാരെന്ന് പറയുന്നത് എന്തെന്ന് എനിക്കറിയണ്ട. പിതാവ് ആകർഷിച്ച്, അതായത് ജീവിച്ചിരിക്കുന്ന മണവാട്ടി, യോഹന്നാൻ സ്നാപകൻ വഴിയായും യേശുക്രിസ്തു മുഖാന്തരമായും ജീവിച്ചിരുന്ന മണവാട്ടി, അതായത് കർത്താവ് തൻ ഗംഭീരനാദം കേട്ട് പിതാവ് ആകർഷിച്ച് പുത്രന്റെ അടുക്കിലേക്ക് വന്ന നിങ്ങൾ 12 പേർ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അതാണ് എനിക്ക് പ്രിയം, അതാണ് എനിക്കറിയാനുള്ളത്. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തു. നോക്കൂ, ഈ ആൻസർ മത്തായി